കഴിഞ്ഞ 48 വർഷമായി മാജിക് രംഗത്തും 45 വർഷമായി ഹിപ്നോട്ടിസം രംഗത്തും പ്രവർത്തിക്കുന്നു. മാജിക് ലിയോനെ കുറിച്ച് വളരെ മുമ്പ് തന്നെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അത് മാജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഹിപ്നോസിസിൽ ഇത്രമാത്രം പ്രാവീണ്യമുണ്ട് എന്നുള്ളത് ഞാൻ എൻ്റെ മകനിലൂടെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹിപ്നോസിസിന്റെ ഒരു ശാസ്ത്രീയത പ്രതിപാദിക്കുന്ന ഒരു ക്ലാസ്സിൽ പങ്കെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അത് ആരുടെ അടുത്ത് പോകും എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്ന സമയത്താണ് എന്റെ മോൻ കൂടി എന്നോട് പറയുകയുണ്ടായി, ലിയോയുടെ ക്ലാസ്സിൽ പങ്കെടുത്തോളൂ എന്നുള്ളത്. അപ്പൊ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അത്യാവശ്യമൊക്കെ ഹിപ്നോട്ടിസ് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റേജ് ഹിപ്നോട്ടിസ്റ്റ് ആണ്, അത്യാവശ്യം തെറാപ്പി നടത്തുന്നുണ്ട്, കൗൺസിലിംഗ് നടത്തുന്നുണ്ട് ഹിപ്നോസിസ് ഉപയോഗിച്ചുകൊണ്ട്. എങ്കിൽ പോലും ഇതിന്റെ പിന്നിൽ കുറെ ശാസ്ത്രീയതയുണ്ട്. അപ്പൊ അത് എങ്ങനെ ഇത് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നു എന്നുള്ള അറിയാനുള്ള അഭിവാഞ്ചയാണ് എന്നെ ഈ ക്ലാസ്സിലേക്ക് എത്തിച്ചത്. അതിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം എന്റെ ഒരു പ്രത്യേകമായിട്ട് ഞാൻ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സന്തോഷം, എനിക്കും സന്തോഷം. എന്നെ ഒരു അതിഥി എന്ന രീതിയിൽ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ഈ 2 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് അതെനിക്ക് കിട്ടി. ചുരുക്കത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ അതിൽ എന്തൊക്കെയാണ് അതിന്റെ ശാസ്ത്രീയമായ സാങ്കേതികമായ പദങ്ങൾ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. എങ്ങനെയാണ് ഇത് ശരിക്കും വർക്ക് ചെയ്യുന്നത്, ഞാൻ അവതരിപ്പിക്കുന്ന രീതി ഇതൊക്കെ തന്നെയാണെങ്കിൽ പോലും എങ്ങനെ ഇതൊക്കെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നത് താങ്കൾ പറഞ്ഞ പോലെ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു. അതിലുപരിയായി ഈ ഇൻസ്റ്റന്റ് ഹിപ്നോസിസിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ധാരാളം കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആരാണ് ചെയ്യുന്നത്, നേരിൽ എവിടുന്ന് കാണാൻ സാധിക്കും, എന്താണ് ഇതിന്റെ പിന്നിലുള്ളതായ ആ ശാസ്ത്രീയത, എത്ര സജഷൻസ്, നമ്മളൊക്കെ ഒരു 4-5 മിനിറ്റ് സജഷൻസ് കൊടുത്തുകൊണ്ടാണ് ട്രാൻസ്ലേക്ക് കൊണ്ടുപോകുന്നത്. അതൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു എന്ന് മനസ്സിലാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു. അത് ഇവിടെ വന്നപ്പോൾ പൂർണ്ണമായി സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും തൃപ്തികരമായ ഒരു വസ്തുത. അത് സാധിക്കുക മാത്രമല്ല, അതുപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നും പിന്നെ മനസ്സിലായി. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടും ബാക്കി പൊതുവെയുള്ളതായ ക്ലാസിന്റെ അറ്റ്മോസ്ഫിയറും അതുപോലെ തന്നെ ക്ലാസിന്റെ അവതരണ രീതിയും പിന്നെ വളരെ ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു. അതിലൊക്കെ ഉപരിയായി ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, എന്റെ അടുത്ത് ആരെങ്കിലും മാജിക് പഠിക്കാൻ വന്നാൽ അവര് എന്നെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഇവിടെ ശ്രദ്ധിച്ചത്, ഇവിടെ കണ്ടത്. എന്നെ കുറിച്ച് പറയാറുള്ള ഇത്രയേ ഉള്ളൂ, സാർ ഇത് ആത്മാർത്ഥമായി പഠിപ്പിക്കുന്നുണ്ട് എന്ന്. അതേ വാക്ക് തന്നെയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. മാജിക് ലിയോ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്നവർക്ക് ഉപയോഗപ്രദമാവണം, ഉപകാരപ്രദമായിരിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി ഇത് പഠിപ്പിക്കും.